ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരുപാട് മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ, പല ഗ്രന്ഥങ്ങൾ, അതിൻ്റെ എല്ലാം പേര് ഞാൻ പറയുന്നില്ല, പല ഗ്രന്ഥങ്ങൾ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നാൽ ഞാൻ കെ എബ്രഹാം 2 കൈയും നീട്ടി സ്വീകരിക്കും. പൈസ ഒന്നും ചോദിക്കരുത്, സൗജന്യമായിട്ട് തരണം, സൗജന്യമായിട്ട്. എൻ്റെ അലമാരിക്കകത്ത് ഞാൻ കൊണ്ടുവെക്കും, ഒരു പ്രശ്നവുമില്ല. ഏത് മതത്തിൻ്റെ പുസ്തകവും 10 തന്നാൽ എനിക്ക് പേടിയില്ല. പക്ഷെ ഞാൻ തിരിച്ച് നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളുടെ ഉപദേശി ബസ് സ്റ്റാൻഡിൽ ട്രാക്ട് കൊടുത്തപ്പം നീ എന്തിനാ അവനെ തല്ലിയേ? നീ തന്ന പുസ്തകം ഞാൻ മേടിച്ചപ്പം നിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ആ പുസ്തകം എൻ്റെ ലൈബ്രറി കൊണ്ടുവച്ചില്ലേ. എനിക്ക് ആ പുസ്തകത്തെ പേടിയില്ല. എൻ്റെ വീട്ടിലിരുന്നാൽ എനിക്കൊരു കുഴപ്പവും വരുത്തില്ല. நான் சொல்றது உங்களுக்கு புரியுதா? உலகத்தில் இருக்கிற எந்த புத்தகமும் ஏன் லைப்ரரியில் கொண்டு வச்சா எனக்கு பயம் இல்லை. ஆனா நான் கேட்கிறேன், ഈ വേദപുസ്തകത്തിലെ ഒരു ചെറിയ പേപ്പർ 4 വാക്യം ഞങ്ങളുടെ ദൈവദാസന്മാർ ട്രാക്ട് അച്ചടിച്ച് കവലെ കൊടുത്തപ്പം നീ എന്തിനെ ഉപദേശിയെ തല്ലിയേ? ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നിന്റെ പുസ്തകം ഞങ്ങൾക്ക് പേടിയില്ല, പക്ഷെ ഞങ്ങളുടെ പുസ്തകത്തിൽ ഒരു പേപ്പർ കണ്ടാൽ നിനക്ക് പേടിയാ. ഈ പുസ്തകത്തിന് വിലയുണ്ടെന്ന് ഈ ലോകത്തിൽ ഇതിനെ എതിർക്കുന്നവരാ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയും, ഇതുപോലെ ശാസ്ത്രീയ വീക്ഷണത്തിൽ തെറ്റില്ലാത്ത അവൻ സാധക പാഠക ന്യായന അവൻ പ്രവചന ഊതുകൾ വ്യക്തമായി രചിച്ച ഈ ലോകത്തിന് എന്ത് സംഭവിക്കും? കടലിൽ എന്ത് സംഭവിക്കും? കരയ്ക്ക് എന്ത് സംഭവിക്കും? നാളെ നിനക്കെന്ത് സംഭവിക്കും? രാജ്യത്തിന് എന്ത് സംഭവിക്കും? ഇന്ത്യ ആര് ഭരിക്കും എന്നെഴുതപ്പെട്ട ഏക വിശ്വാസ പ്രഖ്യാപന ഗ്രന്ഥം വിശുദ്ധ ബൈബിളാകയാൽ അതിൽ പ്രതിപാദിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ലോകരക്ഷകനാകയാൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. 10ാം ക്ലാസ്സും കുസ്തിയും പിടിച്ച് 5 6 പ്രാവശ്യം തോറ്റവൻ ഏതെങ്കിലും കവലയിൽ നിന്നുകൊണ്ട് ഉപദേശിയെ കുറ്റം പറയുമ്പം നീ എന്തിനാ വിഷമിക്കുന്നേ? ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ ജെയിംസ് ഇർവിൻ പറയുന്നു, യേശുവിനെ പോലെ ലോകത്തിൽ ആരുമില്ല. അവൻ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങളുടെ ഉപജ്ഞാതാക്കളായ വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരും ബൾബ് ഉൾപ്പെടെ ടേപ്രിക്കാൾ ഉൾപ്പെടെ അവൻ ഗാവൺ ബോക്സ് വരെ കണ്ടുപിടിച്ച തോമസ് അൽവ എഡിസനും അവൻ താഴെ മോളിൽ നിന്ന് താഴേക്ക് തലയിൽ ആപ്പിൾ വീണപ്പോൾ ഗുരുത്വാകർഷണം ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ച ഐൻസ്റ്റീനും ഉൾപ്പെടെ അവൻ ശാസ്ത്രപ്പടുക്കൾ മുഴുവൻ യേശുക്രിസ്തു ദൈവമെന്ന് പറഞ്ഞപ്പോൾ കുറ്റിച്ചലിൽ ഏതെങ്കിലും അവൻ വഴക്കാളി ഒരു ഉപദേശിയോട് പിന്നെ യേശു എന്ന് പറയുമ്പോൾ പേടിച്ചു പോകുന്നവരല്ല ദൈവമക്കൾ, കൃപ നഷ്ടപ്പെടുന്നവരല്ല ദൈവമക്കൾ. ഈ സുവിശേഷത്തിന് വിലയുണ്ടെന്ന് ഏറ്റവും നന്നായിട്ട് ലോകത്തെ ബോധ്യപ്പെടുത്തിയത് പാസ്റ്റേഴ്സ് അല്ല, ഈ സുവിശേഷത്തിന്റെ എതിരാളികളാണ്. ആമേൻ. കുറ്റിച്ചലിൽ ഏറ്റവും കൂടുതൽ ശത്രു പാസ്റ്റർക്കാണുള്ളതെങ്കിൽ കുറ്റിച്ചലിൽ ഏറ്റവും വലിയ ശക്തിമാൻ നിങ്ങളാ. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് അത്ര ശത്രുക്കൾ പിടികിട്ടിയില്ല. ആമേൻ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഒരു രാജ്യത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്, ഏറ്റവും ശക്തമായ രാജ്യമാണ്. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോസിഫസും അദ്ദേഹത്തിൻ്റെ ആന്റിക്വിറ്റീസ് എന്ന പുസ്തകവും ആ കാലത്തെ ചരിത്രകാരായിരുന്ന ടാസിറ്റസും അവൻ AD 300 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന പോളിക്കർപ്പും തെർത്തുല്യനും ഉൾപ്പെടെ ലോക ചരിത്രത്തെ കണ്ട അഥനഗോറസും പെദഗോറസും ദോഷിക ദാർശനിക ശാസ്ത്രജ്ഞൻ ഡയോജിനസും പ്ലേറ്റോയും സോക്രട്ടീസും ഉൾപ്പെടെ തീർന്നില്ല. അൻവർ സാദത്തും ഗോൾഡ മേയറും ഏബ്രഹാം ലിങ്കണും വിൻസ്റ്റൺ ചർച്ചിലും ലോക ചരിത്രത്തിലെ എഴുത്തുകാരുടെ രചനാ വൈഭവങ്ങളുടെ തലതൊട്ടപ്പന്മാരായ ടോൾസ്റ്റോയും ഷേക്സ്പിയറും ഉൾപ്പെടെ സാമൂഹ്യ പരിഷ്കർത്താക്കളായ
മഹാത്മാക്കളായ ലോക ചരിത്ര നായകന്മാർ, ഉരുക്കു പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച യുഗപ്രഭാവന്മാർ, രാഷ്ട്രീയ പടുക്കൾ, ഭണ്ഡാര നായകെ, വിജയതുംഗെ, അതിലത് മുതലേ എന്ന് വേണ്ട സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, കമലാ നെഹ്റു, ഡോക്ടർ അംബേദ്കർ, ലോക ചരിത്ര നായകന്മാർ, ഇന്ത്യൻ ചരിത്ര നായകന്മാർ മുഴുവൻ പേരും എന്തിനേറെ സ്വാതന്ത്ര്യ സമര സേനയെ അഹിംസ കൊണ്ട് ആയുധമാക്കി നയിച്ച അവൻ മഹാത്മാഗാന്ധി ഉൾപ്പെടെ അവർ ബൈബിൾ ഉയർത്തി പറഞ്ഞു, യേശു ക്രിസ്തു ഇതുപോലെ ഒരാൾ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല.